ലേക്ക് സ്വാഗതം. ന്യൂസ് പ്ലസ് ഇന്ന് പങ്കുവെക്കുന്ന വിഷയം ഇന്നലെ നടന്ന LDF യോഗത്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ LDFന്റെ യോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംസ്ഥാനം ഭരിക്കുന്ന ഒരു പ്രധാന രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വത്തിൽ ഘടക കക്ഷികളെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഒരു യോഗമാണ്. CPI ഉണ്ട്, അതുപോലെ കേരള കോൺഗ്രസ് ഉണ്ട്, RJD ഉണ്ട്. ഇവരെല്ലാം ഈ CPMന്റെ നേതൃത്വത്തിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുന്നു. LDF യോഗമാണെന്നാണ് പേര് എങ്കിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് തന്നെ ഭരണരംഗത്തെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. രാഷ്ട്രീയം മാത്രമല്ല, ഭരണതലത്തിലുള്ള കാര്യങ്ങളും ഇതിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ളതാണ്. ഇന്നലെ നടന്ന യോഗത്തിൽ 2 അജണ്ടകളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, വയനാട് പുനരധിവാസം. 2, ഈ പുതിയ തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ഈ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ. ഇത് രണ്ടുമായിരുന്നു അജണ്ട. പക്ഷേ അജണ്ടയ്ക്കപ്പുറം കാര്യങ്ങൾ പോകേണ്ടി വന്നു. ആ പോകുന്നതിന് വഴിയൊരുക്കിയത് വർഗീസ് ജോർജ് എന്ന നേതാവുമാണ്. അദ്ദേഹം RJDയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ചർച്ച വഴി തിരിച്ചു വിട്ടു. അദ്ദേഹം ഈ നമ്മുടെ ADGP MR അജിത് കുമാറിന്റെ വിഷയം LDFന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. സാധാരണ നിലയിൽ മന്ത്രിസഭാ യോഗങ്ങളിലൊന്നും ഇത് കൊണ്ടുവരാൻ ആരും ശ്രദ്ധിക്കാറില്ല, ഇല്ലെങ്കിൽ ശ്രമിക്കാറില്ല, ഇല്ലെങ്കിൽ മുൻകൈയെടുക്കാറില്ല. കാരണം അത് അങ്ങനെയുള്ള ഒരു യോഗത്തിൽ ഇങ്ങനെയുള്ളൊരു കാര്യം കൊണ്ടുവരണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈ വർഗീസ് ജോർജ് എന്ന് പറയുന്ന RJD നേതാവ് ഇത് കൊണ്ടുവരിക തന്നെ ചെയ്തു. PC ചാക്കോയും കർശന നിലപാടെടുത്തു, CPI ബിനോയ് വിശ്വവും കർശന നിലപാടെടുത്തു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അകത്ത് അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഈ ADGP MR അജിത് കുമാറിനെ മാറ്റണം. ഇതായിരുന്നു പ്രധാന അജണ്ട. ഘടക കക്ഷികളെല്ലാം തന്നെ ഈ ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ് വാർത്തകളുടെ വരികൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ട് മാറ്റിയോ? അതാണ് നമുക്കറിയേണ്ടത്. ആരാവശ്യപ്പെട്ടു, ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് നിൽക്കട്ടെ. മാറ്റിയോ? ഇല്ല. എന്താ കാര്യം? മുഖ്യമന്ത്രിക്ക് മനസ്സുണ്ടെങ്കിൽ ആരെയും മാറ്റും, ആരെയും മാറ്റാതിരിക്കും. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. മുഖ്യമന്ത്രി തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം തീർച്ചയായിട്ടും ഈ PV അൻവറിന്റെ ആരോപണത്തിന് അദ്ദേഹം അതിൻ്റെതായ ചെവി കൊടുത്തിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അന്വേഷണം നടക്കുകയല്ലേ? അന്വേഷണത്തിന്റെ ഒരു തീരുമാനം വരട്ടെ. അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടാൽ നമുക്ക് മാറ്റാം. അന്വേഷണം നടക്കുമ്പോൾ നമുക്ക് ഒരാളിനെ മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു വെച്ചു. മുഖ്യമന്ത്രി ശരിക്കും എടുത്ത നിലപാടുകൾ കർശനമായത് കാരണം ബാക്കി എല്ലാവരും പത്തി മടക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ CPIയുടെ നേതാവ് ബിനോയ് വിശ്വത്തിനോടൊക്കെ തന്നെ ചോദിച്ചു, എന്തായി തീരുമാനം? അല്ല, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ അഭിപ്രായവും പറഞ്ഞു, ഞങ്ങൾ അതിൽ നിന്നും പിന്തിരിയില്ല. CPIന് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് LDF യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. PC ചാക്കോ തന്നെ ഈ യോഗത്തിനകത്ത് പറഞ്ഞത്, തൃശൂർ പൂരം വരെ കലക്കാൻ കൂട്ടുനിന്ന ADGPയെ ഇനി ആ സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിന് ആ നിലയിൽ തന്നെ കാണണം, അദ്ദേഹത്തിനെ ഒഴിവാക്കണം എന്നുള്ളതാണ്. PC ചാക്കോ പറഞ്ഞു, CPI നേതാവ് പറഞ്ഞു, RJD നേതാവ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞാലും പറയേണ്ട ഒരാൾ ഈ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി മാറ്റുന്നില്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നു കഴിഞ്ഞ് കുറ്റക്കാരെന്നെങ്കിൽ മാറ്റാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അന്തിമ നിലപാട്. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഇതാണ്: ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് എനിക്കോ എന്റെ മക്കൾക്കോ വേണ്ടിയല്ല. പിന്നെ അക്കാര്യത്തിൽ ഞാൻ എന്തിന് തലകുനിക്കണം, ഇല്ലെങ്കിൽ എന്നെ എന്തിന് എല്ലാവരും കൂടി മുൾമുനയിൽ നിർത്തണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യം ന്യായമാണ്. അദ്ദേഹത്തിന്റെ ഈ RJD നേതാവ് RSS നേതാവ് കണ്ടത്, RSS നേതാവിനെ ADGPയും അനുബന്ധമായി കൂടെ പോയ ഒരു പ്രധാന വ്യക്തിയും കണ്ടത് എന്തിനാണെന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. അതിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളോ ഒന്നും
അതിനകത്ത് വരുന്നില്ല, കഥാപാത്രങ്ങളായി വരുന്നില്ല. കാരണം അവരാർക്കും വേണ്ടിയല്ല ഇത് കണ്ടത് എന്ന് ഇതിനിടയിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ കണ്ടത് എന്തിനാണ്? ഇതൊരു പൊളിറ്റിക്കൽ നീക്കുപോക്കാണ്. അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഒരു കാര്യം തീർച്ചയുണ്ട്, നിഷേധിച്ച് ആദ്യം, പക്ഷെ അത് അവസാനം സമ്മതിച്ചു കൊടുത്തു. വ്യക്തമായ തെളിവുകളോടുകൂടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ ഫൈറ്റിന് ഇറങ്ങിയപ്പോൾ അവസാനം ADGP MR അജിത് കുമാർ തലകൊട്ടി, ശരിയാണ്, ഞാൻ കണ്ടു, കോവളത്ത് വെച്ച് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ടും ഇനി ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ദുരൂഹത നിർത്താൻ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ്. പല ഘടകങ്ങളിൽ നിന്നും, ഇപ്പൊ CPM-ന് തന്നെ പല ഘടകങ്ങളിൽ നിന്നും വന്ന ചോദ്യം പ്രധാനമായും നമുക്ക് വേണമെങ്കിൽ ഈ സ്പീക്കറിനെ നോക്കാം. സ്പീക്കർ തന്നെ പറഞ്ഞതാണ്, എന്തുകൊണ്ട് ഒരാളിന് വേറൊരാളിനെ കണ്ടുകൂടാ, RSS നേതാവായതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെ പോയി കണ്ടതിൽ എന്ത് നടപടിയാണ് എടുക്കാൻ എന്ന് വരെ സ്പീക്കർ വരെ ചോദിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കിതെല്ലാം കൂടി അറിയാം. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് P. ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നുള്ള അൻവറിന്റെ ആരോപണം ഇപ്പോൾ മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്ഥാന ചലനവും ഇല്ല എന്നുള്ളതാണ്. ഈ ADGPക്കെതിരെ അന്വേഷണമെങ്കിലും ഉണ്ട്. ശശിയെ സംബന്ധിച്ചുള്ള പിന്നെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല, അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അങ്ങനെയുള്ളൊരു കാര്യം അദ്ദേഹത്തിന്റെ അന്വേഷിക്കണം എങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു നിലപാട് വേണം എന്നുള്ളതാണ്. എന്തായാലും ഈ LDF യോഗത്തിൽ വളരെ നന്നായി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച ഒരാൾ ഈ വർഗീസ് ജോർജാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഒരു വോട്ട് എങ്കിലും കേരളത്തിൽ നിന്ന് വേണം എന്നുള്ള നിലപാട് ഉണ്ടായിരുന്നു BJPക്കും RSSനും. ആ നിലപാട് അവർ നേടിയെടുക്കുകയും ചെയ്തു. ഒരു വോട്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കിട്ടുകയും ചെയ്തു. വോട്ടിംഗ് പെർസെൻറ്റേജ് 19% വർദ്ധിക്കുകയും ചെയ്തു. അപ്പം അതെല്ലാം കാണിക്കുന്നത് തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ കേരളത്തിൽ ഈ RSSുമായി ബന്ധപ്പെട്ട് BJPയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ രഹസ്യങ്ങൾ മറനീക്ക് പുറത്തു വരണം. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് അവർ ഈ LDF യോഗത്തിൽ തന്നെ അറിയിച്ചത്. ഇതിനിടയ്ക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ചില പൊട്ടുകൂടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പൊട്ട് നന്നായി PV അൻവറിന് കിട്ടിയിട്ടുണ്ട്. ആ പൊട്ടും കിഴുക്കും എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം.